എന്തിനാ ജയന ഓൾഡ് ലേഡിയെ ഇത്രയധികം പുകഴ്ത്തുന്നത്? അവർ സിഇഒയായി ചാർജ് എടുത്തതിന് ശേഷം സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിക്കാത്ത വളർച്ചയാണ് നമ്മുടെ കമ്പനിക്കുണ്ടായിരിക്കുന്നത്. ഇനി പ്രതിദിനം 3 കോടി രൂപയുടെ എക്സ്പോർട്ടാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അതായത് ഇനി എല്ലാ ദിവസവും നമ്മൾ 3 കോടി രൂപയുടെ ഗാർമെന്റ്സ് കയറ്റി അയക്കും. എന്തായിരിക്കും നമ്മുടെ ഇയർലി ഇൻകം? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ചിന്മയി, നീ അമ്മയോട് കുറെ കൂടി അടുത്തിടപഴകണം. ഈയിടെ നിന്റെ എക്സെൻട്രിസിറ്റി അതിരുവിടുന്നു. അമ്മയെ അടുത്ത് കണ്ട നിന്റെ മുഖം ചുവന്നു തുടങ്ങും. ആവശ്യമില്ലാതെ അവരെ സ്നബ് ചെയ്യും. അമ്മ എന്ത് ചോദിച്ചാലും നീ തർക്കുത്തരമേ പറയൂ. അമ്മ പോലും അമ്മ. അവരെങ്ങനെ ജയന്റെ അമ്മയാകും? ഈ വിളി കേൾക്കുമ്പോഴാണ് ഞാൻ ആകെ അപ്സെറ്റ് ആവുന്നത്. വിശാലാക്ഷി അമ്മാളുമായി എനിക്കുള്ള ബന്ധത്തെപ്പറ്റി ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. നിനക്ക് എന്തുകൊണ്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്? ജയ, യു സ്റ്റോപ്പ് കോളിംഗ് ഹെർ അമ്മ. ഓക്കേ, മൈൻഡ് ഇറ്റ്. എനിക്ക് അമ്മയോട് സംസാരിക്കണം. ബിസിനസിനെ പറ്റിയല്ല, ജീവിതത്തെപ്പറ്റി. ചോറ് വിളമ്പട്ടേന്ന് അമ്മ ചോദിക്കുന്നു. അമ്മയല്ല, അമ്മ മകനോട് പെരുമാറുന്ന പോലെ അല്ലല്ലോ അവരെന്നോട് പെരുമാറുന്നത്. സരോജ അനിരുദ്ധൻ എന്ന കള്ള് ഷോപ്പ് കോൺട്രാക്ടർ മാത്രമാണ് അവരെനിക്കിപ്പോ. ആദ്യം അവർ കഴിക്കട്ടെ, പിന്നീട് ഞാൻ കഴിക്കാം. അല്ലെങ്കിൽ ഞാൻ ആദ്യം കഴിക്കാം, അവർ പിന്നെ കഴിക്കട്ടെ. ഒരുമിച്ച് വേണ്ട. ഒരുമിച്ചിരുന്ന് ഊണ് കഴിക്കാൻ മുതലാളിക്ക് ഇഷ്ടമല്ലെന്ന്. അങ്ങനെ അവൻ പറഞ്ഞു? ആ, പറഞ്ഞു. ശരി, എങ്കിൽ അവൻ ആദ്യം കഴിക്കട്ടെ. എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും നിനക്ക് താല്പര്യമില്ലാതായി അല്ലേ? ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, സംസാരിക്കാനും എനിക്ക് താല്പര്യമില്ല. ഈ വലിയ വീട്ടിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. രണ്ടുപേർ മാത്രമായത് എന്റെ കുറ്റം കൊണ്ടാണോ? അച്ഛനെ കല്യാണം കഴിച്ചതിന് ശേഷം അച്ഛൻ വഴിയല്ലേ അമ്മയ്ക്ക് എന്നെ കിട്ടിയത്. എന്നിട്ടും അച്ഛൻ അമ്മ നിഷ്കരണം ഉപേക്ഷിച്ചില്ലേ? അച്ഛൻ ഇന്നും പണം സമ്പാദിച്ചുകൊണ്ടിരുന്നെങ്കിൽ അമ്മ അച്ഛനെ കളയുമായിരുന്നു. ഇല്ല, പണമില്ലാതായ ഭർത്താവും പിണം. പിന്നെ പ്രഭയെ രാജഗോപാലൻ മുതലാളി ഇവിടെ തിരിച്ചുകൊണ്ടാക്കിയപ്പോ അവളെ ഇവിടെ കേറ്റരുതെന്ന് എന്നോട് പറഞ്ഞതും അമ്മയല്ലേ? ചുരുക്കത്തിൽ തെറ്റല്ല എന്റേത്, ശരിയല്ല നിന്റേതല്ലേ? ഞാൻ ഒരു തെറ്റേ ചെയ്തോളൂ. അമ്മയെ അന്ധമായി സ്നേഹിച്ചു, അനുകരിച്ചു, വിശ്വസിച്ചു. അമ്മയാണ് യഥാർത്ഥ നന്മയെന്ന് വിശ്വസിച്ച് അച്ഛന്റെ തിന്മകൾ മാത്രം കണ്ടു. അമ്മയിലൂടെ ഞാൻ അച്ഛനെ വെറുത്തു.
അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഞാനതിൽ പശ്ചാത്തപിക്കുന്നു. യെസ്, പ്രസാദ് തന്നെ. ആര്? എന്താ കാര്യം? അയ്യോ, കള്ള് ഷാപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മേലിൽ എന്നെ വിളിക്കരുത്. ഷാപ്പുകളുടെ ലൈസൻസി അമ്മയാണ്. അതെ, ഇപ്പൊ കള്ള് കച്ചവടത്തിന്റെ മുഴുവൻ ചുമതലയും ശ്രീമതി സരോജം അനിരുദ്ധനും മാത്രമാണ്. ഐ ആം ഡൂയിങ് ഓൺലി ഫിനാൻസ് ബിസിനസ്. കുഞ്ഞ് കഴിക്കുന്നില്ലേ? കഴിക്ക്. എനിക്ക് വേണ്ട, മതി, വിശപ്പില്ല. നീ കഴിച്ചു. സ്വന്തം ഹൃദയം തടവറയാക്കി ബന്ധനമെന്നോതും മനുഷ്യൻ. സ്വന്തം ഹൃദയം തടവറയാക്കി ബന്ധനമെന്നോതും മനുഷ്യൻ. വിടർന്ന ചിറകുകൾ സ്വയം കൊത്തിയടർത്തി, വിടർന്ന ചിറകുകൾ സ്വയം കൊത്തിയടർത്തി വാനത്തെ പഴിക്കും പക്ഷിയെ പോലെ. സ്വന്തം ഹൃദയം തടവറയാക്കി ബന്ധനമെന്നോതും മനുഷ്യൻ. കൊണ്ടുവരുന്നില്ലയൊന്നും മർത്യൻ, കൊണ്ടുപോകുന്നില്ലയൊന്നും. കൊണ്ടുവരുന്നില്ലയൊന്നും മർത്യൻ, കൊണ്ടുപോകുന്നില്ലയൊന്നും. എന്നുമടക്കം എന്നറിവീല, എങ്കിലും മതിക്കുന്നു വെറുതെ. തങ്ങളിൽ പിണങ്ങുന്നു വെറുതെ. അമ്മ പറയുന്നത് ശരിയാണ്. വ്യവസായ രംഗത്ത് എത്രത്തോളം ഉയരാമോ അത്രത്തോളം ഉയരണമെന്നാണ് എൻ്റെ മോഹം. മറ്റുള്ളവർ ഇത് അത്യാഗ്രഹം മാത്രമാണെന്ന് പറയാം. പക്ഷേ എനിക്കറിയാം, ഇതെൻ്റെ സ്വാഭാവികമായ പ്രകൃതിയാണ്, എൻ്റേതായ രീതിയാണ്. പക്ഷേ പണത്തിനു വേണ്ടിയുള്ള ഈ നെട്ടോട്ടത്തിനിടയിൽ പലപ്പോഴും നീ നിന്റെ ഭാര്യയെ മറന്നുപോകുന്നു. ചിമ്മയി പണത്തിൻ്റെയും സ്വർണത്തിൻ്റെയും പകട്ട് കണ്ട് മതിയും കൊതിയും തീർന്നവളാണെന്ന് ജയൻ തന്നെ സമ്മതിക്കുന്നു. അവക്ക് സ്വന്തമായി ഇട്ടുമൂടാനുള്ള പണമുള്ളപ്പോൾ നീ എന്തിന് ഇങ്ങനെ നിന്റെ ശരീരത്തെയും അവളുടെ മനസ്സിനെയും മറന്ന് സമ്പാദിക്കണം? ഞാൻ പറഞ്ഞല്ലോ, അതെൻ്റെ ഒരു ശീലമായിപ്പോയി. ആ ശീലം നീ മാറ്റണം. നീ ഓടുമ്പോൾ താഴെ വീണു കിടക്കുന്ന ഭാര്യയെ ചവിട്ടുന്നു, നീ അതറിയുന്നില്ല. ചവിട്ട് കൊള്ളുന്നവർക്ക് വേദനിക്കും. ചിലർ പകയോടെ തിരിച്ച് ചവിട്ടും, ചിലർ കരഞ്ഞ് കരഞ്ഞ് അത് സഹിക്കാൻ ശ്രമിക്കും, മറ്റു ചിലർ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും പ്രതികരിക്കും.
ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നീ ചിമ്മയോട് വഴക്ക് ചോദിച്ചു വാങ്ങിക്കുകയാണ്. ചിന്മയി കലഹിക്കുന്നത് പലപ്പോഴും ഞാൻ കാരണമല്ല. അധിക സമയവും അവൾ അവളോട് തന്നെയാണ് കലഹിക്കുന്നത്. അതെങ്ങനെ? തനിച്ചിരിക്കുമ്പോൾ ചിമ്മയി തന്നോട് തന്നെ സംസാരിക്കുമോ? അങ്ങനെ ഒരു കാഴ്ച ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കലഹം നടക്കുന്നത് ചിന്മയുടെ മനസ്സിലാണ്. അവളുടെ കൗമാരത്തിൻ്റെ തുടക്കത്തിൽ നടന്ന ആ സംഭവം അവളെ ആകെ തകർത്ത് കളഞ്ഞു. ആ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതുവരെ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്താണ് സംഭവം? എന്നോട് പറയാൻ നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അമ്മയോട് എനിക്ക് സംസാരിക്കണം. ബിസിനസ്സിനെ പറ്റിയല്ല, ജീവിതത്തെപ്പറ്റി എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞ ഓർമ്മയില്ലേ? അതെ, നീ അങ്ങനെ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. ഈ സംഭവം തന്നെയാണ് ഞാൻ അമ്മയോട് പറയാൻ ആഗ്രഹിച്ചത്. ചിന്മയ്ക്ക് 12 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അമ്മ മരിച്ചത്. അത് സാധാരണ മരണമായിരുന്നില്ല, ഒരു കൊലപാതകമായിരുന്നു. കൊലപാതകോ? അതെ, കൊന്നത് മറ്റാരുമല്ല, ചിന്മയുടെ അച്ഛൻ തന്നെ. അച്ഛൻ അമ്മയെ ചവിട്ടിയും തൊഴിച്ചും തല തറയിലിട്ടടിച്ചും തികച്ചും നീചമായ രീതിയിൽ കൊല്ലുന്നത് ചിന്മയി കണ്ടുനിന്നു. എന്തിനാണ് ആ മനുഷ്യൻ ഭാര്യയെ കൊന്നത്? സംശയത്തിൻ്റെ പേരിൽ. കേരളത്തിലെ ചേർപ്പുളശ്ശേരിയിൽ നിന്ന് മദ്രാസ് നഗരത്തിൽ വന്ന് സ്വന്തം പരിശ്രമത്തിലൂടെ ഉയർന്നു വന്ന ആളാണ് ചിന്മയുടെ അച്ഛൻ ഗംഗാധര മേനോൻ. അഴകപ്പൻ ചെട്ടിയാർ അക്കാലത്ത് മദ്രാസിലെ പേരുകേട്ട ഒരു പണക്കാരനായിരുന്നു. ചെട്ടിയാർ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളായിരുന്നു. ഇന്ത്യ പൈപ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ചെട്ടിയാർ തുടങ്ങി വെച്ചതാണ്. ആ കമ്പനിയിലെ അക്കൗണ്ടൻ്റായി ജോലിയിലിരിക്കുമ്പോൾ ഗംഗാധര മേനോൻ ചെട്ടിയാരുടെ മകളെ പരിചയപ്പെട്ടു. അവർ തമ്മിൽ അടുത്തു. ആദ്യമൊക്കെ എതിർത്തെങ്കിലും ഒടുവിൽ ചെട്ടിയാർ സമ്മതം മൂളി. അങ്ങനെ മീനാക്ഷി എന്ന തമിഴ് യുവതി ഗംഗാധര മേനോൻ്റെ ഭാര്യയായി. ചിമ്മയുടെ അച്ഛൻ മലയാളിയും അമ്മ തമിഴ്നാട്ടുകാരിയുമാണോ അല്ലേ? അതെ, അതുകൊണ്ട് തന്നെയാണ് ചെട്ടിയാർ ആദ്യമൊക്കെ എതിർത്തത്. മീനാക്ഷി കടുംപിടുത്തം പിടിച്ചപ്പോൾ ചെട്ടിയാർക്ക് സമ്മതിക്കേണ്ടി വന്നു. കല്യാണ സമയത്ത് ഒരു നല്ല തുകയും 2-3 വീടുകളും ചെട്ടിയാർ മകൾക്ക് കൊടുത്തു. ഗംഗാധര മേനോനും ബിസിനസ് രംഗത്തേക്ക് മാറി. 10-12 വർഷം കൊണ്ട് നിറയെ പണം ഉണ്ടാക്കി. പക്ഷേ ചിന്മയി ജനിച്ചതിൻ്റെ 4-ാം ദിവസം ചെട്ടിയാർ മരിച്ചു. രാശിയില്ലാത്ത പെൺകുട്ടി ജനിച്ചതോ അപ്പൂപ്പനെ കൊന്നു എന്ന് ആൾക്കാർ പറയാൻ തുടങ്ങി. ഒരു നിർഭാഗ്യ ജാതകമാണ് തൻ്റേതെന്ന് സ്വന്തം ബന്ധുക്കൾ പറയുന്നത് കേട്ടാണ് ചിന്മയി വളർന്നത്. ആ കോംപ്ലക്സും അവളോടൊപ്പം വളർന്നു. ശരി, പക്ഷേ ഗംഗാധര മേനോൻ സംശയത്തിന്റെ പേരിലാണ് അമ്മയെ കൊന്നതെന്നല്ലേ പറഞ്ഞത്? എന്തായിരുന്നു ആ സംശയം? മേനോൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. കഷ്ടിച്ച് 20 വയസ്സ് പ്രായം. അവനെ ചെട്ടിയാരും ഭാര്യയും സ്വന്തം മകനെപ്പോലെയാണ് കരുതിയിരുന്നത്. പാർത്ഥസാരഥി എന്നായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ പേര്. വീട്ടിലേതു മുറിയിലും കയറാൻ പാർത്ഥസാരഥിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യം അവനും സ്വന്തം ഭാര്യയും ദുർവിനിയോഗം ചെയ്തു എന്നാണ് ഗംഗാധര മേനോൻ കരുതിയത്. ഒരു ദിവസം പോണ്ടിച്ചേരിയിൽ നിന്നും മടങ്ങി വന്നപ്പോൾ മേനോൻ കണ്ടത് പാർത്ഥസാരഥിയും മീനാക്ഷിയും ആലിംഗനം ചെയ്തു നിൽക്കുന്ന കാഴ്ചയാണ്. യഥാർത്ഥത്തിൽ ഫ്യൂസായ ബൾബ് മാറ്റാനാണ് പാർത്ഥസാരഥി മുറി കയറിയത്. അവനെ സഹായിച്ചുകൊണ്ട് അടുത്തു നിന്നിരുന്ന മീനാക്ഷിക്ക് പെട്ടെന്ന് തല ചുറ്റി. ബൾബ് ഹോൾഡറിൽ കടത്തിക്കൊണ്ടിരുന്ന പാർത്ഥസാരഥി പെട്ടെന്ന് സ്റ്റൂളിൻ്റെ മുകളിൽ നിന്ന് ചാടിയിറങ്ങി. അവരെ താങ്ങിയെടുത്ത് കട്ടിൽ കിടത്തി. പാർത്ഥസാരഥിയോട് അസൂയയുണ്ടായിരുന്ന മറ്റു ജോലിക്കാർ മേനോനോട് ഇപ്പോൾ മേനോൻ സാർ ബെഡ്റൂമിലേക്ക് പോകണ്ട എന്ന് അർത്ഥഗർഭമായി പറഞ്ഞതും മേനോൻ കേട്ടു. മേനോൻ സാർ മുറിയിൽ കടന്നതും മീനാക്ഷി ആക്രമിക്കാൻ തുടങ്ങി. മീനാക്ഷി മരിച്ചു കഴിഞ്ഞ് പാർത്ഥസാരഥി ആത്മഹത്യ ചെയ്തു. തനിക്ക് തെറ്റുപറ്റിയെന്ന് മേനോന് മനസ്സിലായി. അപ്പോഴേക്കും എല്ലാം തീർന്നു കഴിഞ്ഞിരുന്നു. ഈ കഥ അറിയാവുന്ന നീ ഭാര്യയോട് കുറേ കൂടി ആവേശവും സ്നേഹവും കാണിക്കണ്ടേ? പാവം ചിമ്മയി, 12-ാം വയസ്സിൽ ജീവിതത്തിൻ്റെ ഏറ്റവും ക്രൂരമായ മുഖം കണ്ടവളല്ലേ അവൾ. അവൾ എങ്ങനെ പണത്തെ സ്നേഹിക്കും? എന്റെ അച്ഛനമ്മമാരുടെ കഥ എന്തിനാ ഈ സ്ത്രീയോട് പറഞ്ഞത്? ഇവരുടെ മുന്നിലിട്ട് എന്നെ അപഹാസ്യാക്കാനോ? നീ എങ്ങനെ അപഹാസ്യാവും? അച്ഛനമ്മയെ കൊന്നു. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട അദ്ദേഹം ജയിലിൽ കിടന്നു മരിച്ചു. അതോടെ ഞാൻ അനാഥയായി. കോടികളുടെ സ്വത്തുള്ള അനാഥ. കഥ തീർന്നു. എന്താ സമാധാനമായോ?